ഭാരതീയ ജ്യോതിഷത്തിലെ 27 നക്ഷത്രങ്ങളുടെ ശൃംഖലയിൽ 9ാമത്തെ സ്ഥാനത്ത് കർക്കിടക രാശിയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു സവിശേഷ നക്ഷത്രമാണ് ആയില്യം. സംസ്കൃതത്തിൽ ആശ്ലേഷ എന്നറിയപ്പെടുന്ന ഈ നക്ഷത്രത്തിന്റെ അർത്ഥം ആലിംഗനം ചെയ്യുക അല്ലെങ്കിൽ ചുറ്റിപ്പിണയുക എന്നാണ്. ഈ പ്രതീകം ചുറ്റിപ്പിണഞ്ഞു കിടക്കുന്ന സർപ്പമാണ്. ഈ ഒരു പ്രതീകം തന്നെ ആയില്യം നക്ഷത്ര ജാതകരുടെ സ്വഭാവത്തിന്റെ ആഴവും നിഗൂഢതയും സങ്കീർണതയും വ്യക്തമാക്കുന്നു. നാഗങ്ങളാണ് ഈ നക്ഷത്രത്തിന്റെ അതിദേവത. ഗ്രഹാധിപൻ ജ്ഞാനകാരനായ ബുധനും. ഈ ഘടകങ്ങളെല്ലാം ചേർന്നാണ് ആയില്യം നക്ഷത്രക്കാരുടെ സവിശേഷമായ വ്യക്തിത്വം രൂപപ്പെടുന്നത്. നിരവധി തെറ്റിദ്ധാരണകൾക്കും അപഖ്യാതികൾക്കും ഇരയായ നക്ഷത്രമാണിത്. എന്നാൽ ഈ നക്ഷത്രത്തിന്റെ യഥാർത്ഥ സ്വഭാവം കേവലം ഉപരിപ്ലവമായ ഈ ധാരണകൾക്ക് അപ്പുറമാണ്. ആയില്യം നക്ഷത്രത്തിന്റെ സ്വഭാവം മനസ്സിലാക്കാൻ അതിന്റെ അതിദേവകളായ നാഗങ്ങളുടെ പുരാണ കഥകൾ അറിയേണ്ടത് അത്യാവശ്യമാണ്. ബ്രഹ്മാവിന്റെ മാനസപുത്രനായ കശ്യപ പ്രജാപതിക്ക് കദ്രു, വിനിത എന്നിങ്ങനെ 2 പത്നിമാരുണ്ടായിരുന്നു. ഒരിക്കൽ കശ്യപൻ ഇരുവർക്കും ഇഷ്ടമുള്ള ഒരു വരം നൽകാമെന്ന് അറിയിച്ചപ്പോൾ അതിശക്തരായ 1000 നാഗങ്ങളെ പുത്രന്മാരായി വേണമെന്ന് കദ്രുവും കദ്രുവിന്റെ മക്കളേക്കാൾ ശക്തരായ 2 മക്കൾ വേണമെന്ന് വിനിതയും ആവശ്യപ്പെട്ടു. കദ്രുവിന്റെ ആഗ്രഹപ്രകാരം അവർക്ക് അനന്തൻ, വാസുകി, തക്ഷകൻ തുടങ്ങിയ 1000 നാഗങ്ങൾ പുത്രന്മാരായി ജനിച്ചു. ഇവരാണ് നാഗവംശത്തിന്റെ ഉറവിടം. നാഗങ്ങളും ആയില്യം നക്ഷത്രവും തമ്മിലുള്ള ബന്ധം വ്യക്തമാക്കുന്ന മറ്റൊരു കഥ ജനമേജയന്റെ സർപ്പയജ്ഞവുമായി ബന്ധപ്പെട്ടതാണ്. പിതാവായ പരീക്ഷിത് മഹാരാജാവിനെ തക്ഷകൻ എന്ന നാഗം ദംശിച്ചു കൊന്നതിൽ പ്രതികാരം ചെയ്യാനായി ജനമേജയൻ സർപ്പങ്ങളെ ഒന്നടങ്കം നശിപ്പിക്കാൻ ഒരു മഹായജ്ഞം ആരംഭിച്ചു. യജ്ഞത്തിന്റെ ശക്തിയിൽ എണ്ണമറ്റ നാഗങ്ങൾ അഗ്നിയിൽ പതിച്ചു മരിച്ചു. ഈ വംശഹത്യയിൽ നിന്ന് നാഗങ്ങളെ രക്ഷിച്ചത് ആസ്തികൻ എന്ന മുനിയാണ്. യജ്ഞം അവസാനിച്ചെങ്കിലും പൊള്ളലേറ്റും മുറിവേറ്റും വേദന കൊണ്ട് പൊളഞ്ഞ നാഗങ്ങളുടെ ദുരിതം കണ്ട ആദിശേഷൻ മഹാവിഷ്ണുവിനെ പ്രാർത്ഥിച്ചു. വിഷ്ണുവിന്റെ നിർദ്ദേശപ്രകാരം ദേവന്മാർ മഞ്ഞൾപ്പൊടിയും കരിക്കിൻ വെള്ളവും കലർന്ന മിശ്രിതം അടയ്ക്കാപ്പൂക്കുലയിൽ മുക്കി നാഗങ്ങളുടെ ശരീരത്തിൽ തെളിച്ചു. ഇത് അവരുടെ മുറിവുകളെല്ലാം ഉണക്കുകയും വേദന ശമിപ്പിക്കുകയും ചെയ്തു. നാഗങ്ങൾക്ക് സൗഖ്യം ലഭിച്ചത് ഒരു ആയില്യം നാളിലായിരുന്നു. ഇതിൽ സന്തുഷ്ടനായ നാഗങ്ങൾ ആയില്യം തങ്ങളുടെ ഇഷ്ട ദിവസമായി തിരഞ്ഞെടുത്തു. അന്നേ ദിവസം തങ്ങളെ ആരാധിക്കുന്നവർക്ക് സർപ്പദോഷങ്ങളിൽ നിന്ന് മുക്തിയും ഐശ്വര്യവും നൽകുമെന്ന് അവർ അനുഗ്രഹിച്ചു. ഇക്കാരണത്താലാണ് ആയില്യം നാളിലെ നാഗാരാധനയ്ക്ക് ഇത്രയും പ്രാധാന്യം കൈവന്നത്. ആയില്യം നക്ഷത്രത്തിന്റെ പ്രതീകമായ ചുറ്റിപ്പിണഞ്ഞ സർപ്പം നിരവധി ആഴത്തിലുള്ള അർത്ഥങ്ങളെ പ്രതിനിധീകരിക്കുന്നു. മനുഷ്യ ശരീരത്തിൽ മൂലാധാര ചക്രത്തിൽ സർപ്പത്തെ പോലെ 3.5 ചുറ്റായി ഉറങ്ങിക്കിടക്കുന്ന ആത്മീയ ഊർജമാണ് കുണ്ടലിനി. ആയില്യം ഈ ഗൂഢമായ ശക്തിയെ പ്രതിനിധാനം ചെയ്യുന്നു. ഈ നക്ഷത്രക്കാർക്ക് യോഗ, ധ്യാനം തുടങ്ങിയ മാർഗങ്ങളിലൂടെ ഈ ഊർജത്തെ ഉണർത്തി ആത്മീയ ഔന്നത്യം നേടാൻ കഴിവുണ്ട്. സർപ്പം അതിന്റെ പടം പൊഴിച്ച് കളയുന്നത് പോലെ ആയില്യം നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ വലിയ പരിവർത്തനങ്ങൾക്ക് വിധേയരാകാനും സ്വയം നവീകരിക്കാനും കഴിവുണ്ട്. പ്രതികൂല സാഹചര്യങ്ങളെ അതിജീവിച്ച് പുതിയൊരു തുടക്കം കുറിക്കാൻ ഇവർക്ക് സാധിക്കും. സർപ്പത്തിന് വിഷവും അതിനെ നിർവീര്യമാക്കാനുള്ള അമൃതമുണ്ട്. അതുപോലെ ആയില്യം നക്ഷത്രക്കാർക്ക് മൂർച്ചയേറിയ ബുദ്ധിയും വാക്കുകളുമുണ്ട്. അവരുടെ വാക്കുകൾക്ക് മുറിവേൽപ്പിക്കാനും സുഖപ്പെടുത്താനും കഴിയും. അവരുടെ ജ്ഞാനം ശരിയായ രീതിയിൽ ഉപയോഗിച്ചാൽ അത് മറ്റുള്ളവർക്ക് അമൃതായി ഭവിക്കും. എന്നാൽ ദുരുപയോഗം ചെയ്താൽ അത് വിഷമയമായി തീരും. സർപ്പങ്ങൾ ഭൂമിക്കടിയിലെ നിഗൂഢമായ ലോകവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അതുപോലെ ആയില്യം നക്ഷത്രക്കാർക്ക് കാര്യങ്ങളുടെ ഉള്ളറയിലേക്ക് തുളച്ചു കയറാനും മറ്റുള്ളവരുടെ മനസ്സിലിരിപ്പ് എളുപ്പത്തിൽ മനസ്സിലാക്കാനുമുള്ള ഒരു പ്രത്യേക കഴിവുണ്ട്. അവരുടെ ഗ്രഹണശക്തിയും ഇൻഡ്യൂഷനും വളരെ ശക്തമായിരിക്കും. നാഗങ്ങളുടെ സ്വാധീനം ആയില്യം ജാതർക്ക് ഒരു നിഗൂഢമായ ആകർഷണവും മറ്റുള്ളവരെ നിയന്ത്രിക്കാനുള്ള കഴിവും പ്രതികാര ബുദ്ധിയും നൽകുന്നു. ദ്രോഹിച്ചവരെ മറക്കാതെ പിന്തുടർന്ന് പ്രതികാരം ചെയ്യാൻ ഇവർ മടിക്കില്ല. അതേസമയം തങ്ങളെ ആശ്രയിക്കുന്നവരെ സർപ്പങ്ങൾ കാക്കുന്നത് പോലെ ഇവർ സംരക്ഷിക്കുകയും ചെയ്യും. നക്ഷത്രാധിപനായ ബുധൻ ബുദ്ധിയുടെയും ആശയവിനിമയത്തിന്റെയും വിശകലന പാടവത്തിന്റെയും ഗ്രഹമാണ്. ബുധന്റെ സ്വാധീനം ഇവർക്ക് അസാമാന്യ വാക്ചാതുര്യവും നർമ്മബോധവും ഏതു വിഷയത്തെയും പെട്ടെന്ന് ഗ്രഹിക്കാനുള്ള കഴിവും നൽകുന്നു. സംഭാഷണം കൊണ്ട് ആരെയും കയ്യിലെടുക്കാൻ ഇവർക്ക് സാധിക്കും. എന്നാൽ ബുധന്റെ ഇരട്ട സ്വഭാവം ഇവരിൽ ചിലപ്പോൾ ചഞ്ചല ചിത്തവും സംശയ സ്വഭാവവും വർദ്ധിപ്പിക്കും. ആയില്യം നക്ഷത്രത്തിന്റെ രാശാധിപനായ ചന്ദ്രൻ കർക്കിടകം രാശിയുടെ അധിപനാണ്. ചന്ദ്രന്റെ സ്വാധീനം ഇവരുടെ ജീവിതത്തിൽ വൈകാരികമായ ഏറ്റക്കുറച്ചിലുകൾക്ക് കാരണമാകും. ഇവർക്ക് സ്നേഹവും കരുതലും വളരെ അത്യാവശ്യമാണ്. എന്നാൽ അതേസമയം സംശയവും സുരക്ഷിതത്വം ഇല്ലായ്മയും ഇവരുടെ മനസ്സിനെ അലട്ടിക്കൊണ്ടിരിക്കും. ആയില്യം നക്ഷത്രക്കാരുടെ സ്വഭാവം വൈരുദ്ധ്യങ്ങൾ നിറഞ്ഞതാണ്. ഗുണപരമായ സവിശേഷതകൾ നോക്കുമ്പോൾ അസാമാന്യമായ ബുദ്ധിശക്തിയാണ് ആയില്യം നക്ഷത്രക്കാർക്ക്. എന്തിനേയും സംശയദൃഷ്ടിയോടെ കാണാനും ആഴത്തിൽ അപഗ്രഥിക്കാനുമുള്ള കഴിവ് ഇവർക്ക് ജന്മസിദ്ധമാണ്.
അസാമാന്യ നേതൃപാടവം ആയില്യം നക്ഷത്രക്കാരുടെ മുഖമുദ്രയാണ്. ഏതു സംഘത്തിലും നേതൃസ്ഥാനത്തെത്താൻ ഇവർക്ക് പ്രത്യേക കഴിവുണ്ട്. വാക് സാമർഥ്യം കൊണ്ട് ആളുകളെ സ്വാധീനിച്ച് കാര്യങ്ങൾ നേടിയെടുക്കാൻ ഇവർ മിടുക്കരാണ്. കലാപരമായ കഴിവുകൾ നോക്കുമ്പോൾ ബുധന്റെ സ്വാധീനത്താൽ ഇവർക്ക് സംഗീതം, സാഹിത്യം തുടങ്ങിയ കലകളിൽ വാസനയുണ്ടാകും. ഇവർ സ്വന്തം ഇഷ്ടപ്രകാരം ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരും നിയന്ത്രണങ്ങൾ ഇഷ്ടപ്പെടാത്തവരുമാണ്. ഒരു കാര്യം ഏറ്റെടുത്താൽ അത് എന്തു വില കൊടുത്തും പൂർത്തിയാക്കുന്ന നിർബന്ധിത ബുദ്ധി ഇവർക്കുണ്ട്. ആരെയും പൂർണ്ണമായി വിശ്വസിക്കാത്ത പ്രകൃതമാണ് ഇവരുടേത്. ഇത് പലപ്പോഴും ബന്ധങ്ങളിൽ വിള്ളലുകൾ വീഴ്ത്താൻ കാരണമാകും. ദേഷ്യം വന്നാൽ വാക്കുകൾ കൊണ്ടും മറ്റുള്ളവരെ മുറിവേൽപ്പിക്കാൻ ഇവർക്ക് കഴിയും. ഇവരുടെ സംസാര രീതി പലപ്പോഴും ധിക്കാരപരമായി തെറ്റിദ്ധരിക്കപ്പെട്ടേക്കാം. തങ്ങളെ ദ്രോഹിച്ചവരോട് ക്ഷമിക്കാൻ ഇവർക്ക് ബുദ്ധിമുട്ടാണ്. കാലങ്ങൾ കഴിഞ്ഞാലും മനസ്സിൽ പക സൂക്ഷിക്കാൻ സാധ്യതയുണ്ട്. ചില സമയങ്ങളിൽ അസൂയയും സ്വാർത്ഥതയും ഇവരിൽ തലപൊക്കും. സ്വന്തം നേട്ടങ്ങൾക്ക് പ്രാധാന്യം നൽകുന്ന സ്വഭാവം പ്രകടമാകും. പുറമേ ധൈര്യശാലികളായി തോന്നുമെങ്കിലും ഉള്ളിൽ ഭീരുത്വവും ആശങ്കയും ഉണ്ടാവും. തീരുമാനങ്ങൾ എടുത്തിട്ട് അവസാന നിമിഷം പിന്മാറുന്ന സ്വഭാവവും കാണാം. ഓരോ നക്ഷത്രത്തെയും 4 പാദങ്ങളായി തിരിച്ചിരിക്കുന്നു. ജനിക്കുന്ന പാദമനുസരിച്ച് സ്വഭാവത്തിലും ഫലങ്ങളിലും വ്യത്യാസമുണ്ടാകാം. ആയില്യം നക്ഷത്രത്തിന്റെ 1-ാം പാദം നോക്കുമ്പോൾ ഈ പാദത്തിൽ ജനിച്ചവർക്ക് താരതമ്യേന ദോഷങ്ങൾ കുറവായിരിക്കും. ഇവർക്ക് ധാർമ്മികമായ ചിന്തകളും ഉയർന്ന ലക്ഷ്യങ്ങളും ഉണ്ടാകും. എന്നാൽ ധനപരമായ കാര്യങ്ങളിൽ ശ്രദ്ധ ആവശ്യമാണ്. ആയില്യം നക്ഷത്രത്തിന്റെ 2-ാം പാദം നോക്കുമ്പോൾ ഈ പാദത്തിൽ ജനിക്കുന്നത് ധനനഷ്ടത്തിന് കാരണമാകുമെന്ന് പറയപ്പെടുന്നു. ഇവർ പണം അമിതമായി ചിലവഴിക്കുന്നവരോ അല്ലെങ്കിൽ സാമ്പത്തികമായി കഷ്ടപ്പെടുന്നവരോ ആകാം. കഠിനാധ്വാനികളുമായിരിക്കും. ആയില്യം 3-ാം പാദം നോക്കുമ്പോൾ ഈ പാദത്തിലെ ജനനം അമ്മയ്ക്ക് ദോഷകരമാണെന്നാണ് വിശ്വാസം. ഇത് അമ്മയുമായുള്ള ബന്ധങ്ങളിൽ പ്രശ്നങ്ങളോ അമ്മയുടെ ആരോഗ്യപരമായ ബുദ്ധിമുട്ടുകളോ സൂചിപ്പിക്കാം. 4-ാം പാദം നോക്കുമ്പോൾ ഈ പാദത്തിൽ ജനിക്കുന്നത് അച്ഛന് ദോഷകരമായി ഭവിക്കാം. പിതാവുമായുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾക്കോ അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ പ്രയാസങ്ങൾക്കോ ഇത് കാരണമാകാം. ഇവർ വൈകാരികമായി ഏറെ പ്രയാസങ്ങൾ അനുഭവിക്കാൻ സാധ്യതയുണ്ട്. ആയില്യം നക്ഷത്രക്കാരുടെ ദാമ്പത്യ ജീവിതം സങ്കീർണമായിരിക്കും. അവരുടെ സംശയ സ്വഭാവവും ഉടമസ്ഥത മനോഭാവവും മൂർച്ചയേറിയ വാക്കുകളും പങ്കാളിയുമായി പ്രശ്നങ്ങൾക്ക് കാരണമാകാം. തങ്ങളെ പൂർണ്ണമായി മനസ്സിലാക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന ഒരു പങ്കാളിയെയാണ് ഇവർക്ക് ആവശ്യം. ഇവർക്ക് അനുയോജ്യമല്ലാത്ത നക്ഷത്രങ്ങൾ പൂരം, അത്തം, ചോതി, കുംഭം രാശിയിലെ അവിട്ടം, ചതയം, പൂരുരുട്ടാതി എന്നിവയാണ്. മൂലം നക്ഷത്രവുമായുള്ള വിവാഹവും ഒഴിവാക്കാൻ നിർദ്ദേശിക്കാറുണ്ട്. തൊഴിൽപരമായ കാര്യങ്ങൾ നോക്കുമ്പോൾ ബുധന്റെയും നാഗങ്ങളുടെയും സ്വാധീനം ഇവർക്ക് വൈവിധ്യമാർന്ന തൊഴിൽ മേഖലകൾ നൽകുന്നു. രസതന്ത്രം, ഫാർമസി, വിഷചികിത്സ, നിയമം, രാഷ്ട്രീയം, മനഃശാസ്ത്രം, കുറ്റാന്വേഷണം, ജ്യോതിഷം, സാഹിത്യം, ബിസിനസ് എന്നിവ ഇവർക്ക് ശോഭിക്കാൻ കഴിയുന്ന മേഖലകളാണ്. ആരോഗ്യപരമായ കാര്യങ്ങൾ നോക്കുമ്പോൾ കർക്കിടകം രാശിക്ക് വയറ്, ശ്വാസകോശം എന്നിവയുമായും ബുധന് നാഡീവ്യൂഹവുമായും ബന്ധമുണ്ട്. അതിനാൽ ദഹന പ്രശ്നങ്ങൾ, അസിഡിറ്റി, നാഡീ സംബന്ധമായ അസുഖങ്ങൾ, മാനസിക പിരിമുറുക്കം, വിഷബാധ എന്നിവയ്ക്ക് സാധ്യതയുണ്ട്. ആയില്യം നക്ഷത്രക്കാർ ജീവിത വിജയത്തിനും ദോഷശാന്തിക്കുമായി അനുഷ്ഠിക്കേണ്ട ചില പരിഹാരങ്ങളുമുണ്ട്. ആയില്യം, ബുധൻ എന്നീ ദിവസങ്ങളിൽ നാഗരാജാവിനെയും നാഗയക്ഷിയെയും ആരാധിക്കുന്നത് അത്യുത്തമമാണ്. മണ്ണാറശാല, വെട്ടിക്കോട്, പാമ്പുമേക്കാട്ട് തുടങ്ങിയ പ്രശസ്തമായ നാഗക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുന്നതും 100 പാലും വഴിപാട് കഴിപ്പിക്കുന്നതും സർപ്പദോഷങ്ങളെ അകറ്റാൻ സഹായിക്കും. ശിവനെയും മഹാവിഷ്ണുവിനെയും ആരാധിക്കുന്നത് ആയില്യം നക്ഷത്രക്കാർക്ക് വളരെ ഗുണകരമാണ്. ബുധനാഴ്ചകളിൽ ശ്രീകൃഷ്ണ ക്ഷേത്ര ദർശനം നടത്തുന്നത് ബുധപ്രീതിക്ക് നല്ലതാണ്. ബുധന്റെ രത്നമായ മരതകം ധരിക്കുന്നത് ഭാഗ്യം വർദ്ധിപ്പിക്കാൻ സഹായിക്കും. സംശയ സ്വഭാവവും കോപവും നിയന്ത്രിക്കാൻ പരിശീലിക്കുക. വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ അതീവ ശ്രദ്ധ പുലർത്തുക. തങ്ങളുടെ അപാരമായ ഗ്രഹണശക്തിയെയും ബുദ്ധിയെയും മറ്റുള്ളവരുടെ നന്മയ്ക്കായി ഉപയോഗിക്കുക.